നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ, പ്രധാനമായിട്ടും സ്കിന്നിൽ, ഹെയറിൽ, അതുപോലെ തന്നെ നഖത്തിലൊക്കെ തന്നെ കാണുന്ന വ്യത്യാസങ്ങളൊക്കെ തന്നെ നമ്മൾ പുറമേ മാത്രം അതിനെ ചികിത്സിച്ചുകൊണ്ടും ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസികൾ മനസ്സിലാക്കാതെ പോകുന്നതിലൂടെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പ്രതിഫലിക്കുന്നത് സ്കിന്നിൽ, നഖ മുടിയിൽ തുടങ്ങിയതിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ടും കാണുന്ന ചില ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് എന്ത് ഡെഫിഷ്യൻസി ആണെന്നുള്ളതും ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് വായുടെ രണ്ട് സൈഡുകളിലും പൊട്ടല് പോലെ അല്ലെങ്കിൽ വിണ്ടുകീറലുകൾ പോലെയുള്ള വേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ നമുക്ക് വായ തുറക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുക. ചുണ്ടിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ആയിരിക്കും കൂടുതലായിട്ടും ഈ ഒരു വേദനകൾ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കുറവാണെന്ന് കാണിക്കുന്ന ഒരു ലക്ഷണം തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ സിങ്ക് കുറവായിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും തുടക്കത്തിൽ കാണിക്കുന്നത്. ഇങ്ങനെ സിങ്ക് ഡെഫിഷ്യൻസി ഉള്ളവരിൽ സ്വാഭാവികമായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റവും അവർക്ക് വളരെ കുറവായിരിക്കും, പ്രതിരോധ ശക്തി അവർക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സിങ്ക് സപ്ലിമെൻസുകൾ നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് സിങ്ക് കുറവെന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ സപ്ലിമെൻസുകൾ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. പ്രധാനമായിട്ടും എള്ളിൽ നല്ല രീതിയിൽ തന്നെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തൻ്റെ കുരു, അതുപോലെ സൺഫ്ലവർ, സൂര്യകാന്തിയുടെ വിത്ത് കഴിക്കുന്നത് ഏറെ ഗുണപ്രദമാണ്. അതുപോലെ ഗോതമ്പ് നല്ലതാണ്, ഓട്സ് നല്ലതാണ്. ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റ്സിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് ഓട്സ് അല്ല, സ്റ്റീൽ കട്ട് ആയിട്ടുള്ള ഓട്സ് അല്ലെന്നുണ്ടെങ്കിൽ റോൾഡ് ഓട്സ്. അപ്പം ഇവ രണ്ടിലുമാണ് നല്ല രീതിയിൽ ഫൈബറും വിറ്റമിൻസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളത്. ഈ അടങ്ങിയിട്ടുള്ള ഓട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഡാർക്ക് ചോക്ലേറ്റ്സ്, നട്ട്സുകളിൽ പ്രധാനമായിട്ടും വാൾനട്ട്, നിലക്കടലയിൽ ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് ഈ ഒരു സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ ഒക്കെ തന്നെ നമ്മൾ ഉപയോഗം നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. അടുത്ത പ്രധാന ഒരു ലക്ഷണമായിട്ട് വരുന്നതെന്ന് പറയുന്നത് നര നേരത്തെ ആവുക എന്നുള്ളത്. അതായത് പ്രായത്തിന് മുന്നേ തന്നെ, ഇപ്പോൾ തന്നെ നമുക്കൊരു 25 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 30 വയസ്സ് തൊട്ടൊക്കെ തന്നെ നര സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇവരിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ മൂലമായിരിക്കാം. ഒന്ന്, ആയുർവേദ തരത്തിൽ നോക്കുകയാണെങ്കിൽ അവരിൽ പിത്ത അമിതമായിട്ടുണ്ടാവുന്നതിൽ, അതായത് ആയുർവേദത്തിൻ്റെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് വാത പിത്ത കഫ എന്നുള്ളത് ബാലൻസ്ഡ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പിത്ത അഗ്രിവേഷൻ അല്ലെങ്കിൽ പിത്തയുടെ ഉപയോഗങ്ങൾ അമിതമായിട്ട്, അല്ലെങ്കിൽ പുളി, ഉപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ദേഷ്യം, അമിത ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമിതമായിട്ടുള്ളവരിലൊക്കെ തന്നെ വേഗത്തിൽ തന്നെ നര വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് ഒരു റീസൺ ആണ്. മറ്റൊന്ന്, നമ്മുടെ മോഡേൺ സയൻസിന്റെ പ്രകാരം എന്ന് പറയുന്നത് കോപ്പറിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കോപ്പർ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോപ്പർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ നോൺ വെജ് ഐറ്റംസുകൾ കഴിക്കുന്നതാണ് ഏറെ ഗുണപ്രദം. അതിൽ തന്നെ ഷെൽ ഫിഷസുകൾ കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് കക്ക ഇറച്ചി പോലെയുള്ളതോ അല്ലെങ്കിൽ കല്ലുമ്മക്കാട ഇറച്ചിയോ, കൂടെ തന്നെ ഓർഗൻ മീറ്റ്സുകൾ കഴിക്കുന്നതും ഏറെ നല്ലതാണ്. അതായത് ഇപ്പോൾ ലിവറൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്നത്, ഇപ്പോൾ ബീഫിൻ്റെ ലിവർ അല്ലെങ്കിൽ മട്ടൻ്റെ ലിവറൊക്കെ കഴിക്കുന്നത്, അത് മാത്രമായിട്ട് നമ്മൾ കഴിക്കുന്നത് ഈ ഒരു കോപ്പർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും. എന്നാൽ ഒരു പരിധിയിലപ്പുറമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ലിമിറ്റഡ് രീതിയിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൂടുതലും നമുക്ക് നോൺ വെജ് ഐറ്റംസുകളാണ് ഉള്ളത്. ഇനി പ്ലാന്റ് സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുളൻകിഴങ്ങിൽ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്, കോപ്പർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൂണിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സൂര്യകാന്തിയുടെ വിത്ത് കഴിക്കുന്നതും ഏറെ ഗുണപ്രദമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് വരുന്ന ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, കൂടെ തന്നെ ഇതിൽ മുരിച്ചിൽ വരികയോ അല്ലെങ്കിൽ വലിച്ചിൽ വരികയോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് അമിതമായിട്ട് വരികയും ആ ഭാഗത്തൊക്കെ ഫ്ലാക്സ് പോലെ അല്ലെങ്കിൽ നമുക്ക് വെള്ളപ്പൊടി പോലെ അതിനകത്തുനിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർക്ക് ലിവർ സംബന്ധമായിട്ടുള്ള
പ്രശ്നങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിൽ പിത്താശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലാണ്. കാരണം നമുക്ക് ഈ ഒരു ലിവറും അതുപോലെ തന്നെ ഈ ഒരു പിത്താശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരിൽ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കാത്തത് മൂലമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പം ലിവറിലാണ് അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇതിൽ ആദ്യം പ്രകടമാകുന്നത് ഈ ഒരു സ്കിന്നിലായിരിക്കാം. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ലിവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ചീര നമുക്ക് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. അതുപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ ബ്രോക്കോളി വരാറുണ്ട്, കോളിഫ്ലവർ വരാറുണ്ട്, അതുപോലെ ക്യാബേജ് വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വെജിറ്റബിൾസുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. കൂടെ തന്നെ നമുക്ക് കീഴാർനെല്ലിനെ പറ്റി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. ഇങ്ങനെയുള്ള ഔഷധങ്ങളും അല്ലെങ്കിൽ ലിവറിനെ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന ഔഷധങ്ങളും കൂടിയിട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിത്താശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനും ഈ ഒരു സ്കിന്നിൽ വരുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയും ഏറെ ഗുണകരമാകും. അടുത്തതായിട്ട് വരുന്നത് നഖത്തിൽ പ്രധാനമായിട്ടും കാണിക്കുന്ന ഒരു ലക്ഷണമാണ് വരവര പോലെയുള്ള നഖങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇവരിൽ സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയോ ബയോട്ടിൻ്റെ ഡെഫിഷ്യൻസിയോ ഇല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി മൂലവും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാവുന്നതാണ്. അപ്പം അതിനാൽ തന്നെ സിങ്ക്, ബയോട്ടിൻ അതുപോലെ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എപ്പോഴും ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നത് ചിലർക്ക് കൈകളിൽ അല്ലെങ്കിൽ തലയിലൊക്കെ തന്നെ എപ്പോഴും ഭയങ്കര വിയർപ്പ് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വിറ്റമിൻ D3 ഡെഫിഷ്യൻസി മൂലമാണ്. വിറ്റമിൻ D3 നമുക്കറിയാം നമ്മുടെ സൂര്യപ്രകാശം വഴിയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ദിവസവും രാവിലെ 10:30 തൊട്ട് വൈകുന്നേരം 3:30 വരെയുള്ള വെയിലിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊരു 10 തൊട്ട് ഒരു 15 മിനിറ്റ് വരെയാണ് ദിവസവും വെയിൽ കൊള്ളേണ്ടത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെയിൽ കൊള്ളുന്ന സമയത്ത് കണ്ണിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഏറെ ഗുണകരമാണ്. കൂടെ തന്നെ ഇതിന് ഡബിൾ എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് എള്ളെണ്ണ നമ്മുടെ ശരീരത്തിലൊക്കെ തന്നെ പുരട്ടിയതിന് ശേഷം വെയിൽ കൊള്ളുന്നത് ഏറെ ഗുണകരമാണ്. പ്രത്യേകിച്ച് നമ്മൾ വെയിലിലേക്ക് കാണിച്ചിട്ടുള്ള രീതിയിലാണ് കൊള്ളേണ്ടത്. അതായത് നമ്മുടെ വയർ ഭാഗം, നെഞ്ചിൻ്റെ ഭാഗം, അതുപോലെ പുറം ഭാഗമൊക്കെ തന്നെ വെയിൽ കൊള്ളുന്നത് ഏറെ ഗുണപ്രദമാണ്. നാഭിയുടെ ഭാഗത്ത് വെയിൽ കൊള്ളുന്നത് വിറ്റമിൻ D അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകും. അതുപോലെ വിറ്റമിൻ D അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അവസാനമായിട്ട് വരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിങ് ഗംസ് ആണ്. നമ്മുടെ മോണയിൽ നിന്നും രക്തം വരുന്ന ഒരു പ്രശ്നമാണ്. ഇത് പ്രധാനമായിട്ടും ശരീരത്തിലെ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലവും അതുപോലെ തന്നെ വിറ്റമിൻ C ഡെഫിഷ്യൻസി മൂലവും ഉണ്ടാവാം. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കുറവായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വിറ്റമിൻ C നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ബ്ലീഡിങ് ഗംസും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് വിറ്റമിൻ C കഴിക്കുന്നതിനോടൊപ്പം തന്നെ അമിതമായിട്ട് നമ്മൾ മധുരം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിറ്റമിൻ സിയുടെ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം നമ്മുടെ ശരീരത്തേക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് കുറവായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിറ്റമിൻ C കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഷുഗർ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് വിറ്റമിൻ B12 കാര്യമാണ്. വിറ്റമിൻ B12 ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ആനിമൽ സോഴ്സിലാണ്. പ്രധാനമായിട്ടും ഇറച്ചി, മുട്ട, മീൻ മുതലായിട്ടുള്ളവയിലൊക്കെ തന്നെ വിറ്റമിൻ B12 സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പുറമേ നമുക്ക് അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നഖത്തിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, നമ്മുടെ തലമുടിയുടെ മാത്രം പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്ക് ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസി മൂലമായിരിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.